എൻ്റെ പേര് പ്രീത, ഇതെൻ്റെ ഭർത്താവ് സിജോ, മക്കൾ റയാൻ, ഐറിൻ. 2023 ജനുവരി 2-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. ആലുവ, എറണാകുളം, അങ്കമാലി അതിരൂപത മുപ്പത്തരം ഹോളി ഏഞ്ചൽസ് ചർച്ചിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. രണ്ടാമത്തെ തവണയാണ് ഞാൻ ഉടമ്പടി സാക്ഷ്യം ഇവിടെ പറയുന്നത്. ആദ്യമായി എനിക്ക് പറയാനുള്ളത് എൻ്റെ ഭർത്താവിന് ജോലി കിട്ടിയ കാര്യം പറയാനാണ്. 12 വർഷമായിട്ട് ഭർത്താവ് ഗൾഫിലായിരുന്നു. അതിനുശേഷം 2020 നാട്ടിൽ വന്നു. പിന്നെ കൊറോണ സമയമായിട്ട് ജോലി നഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ ഒരുപാട് ജോലിക്ക് വേണ്ടി ഒത്തിരി ശ്രമിച്ചു. പ്രത്യേകിച്ച് യൂറോപ്പിലേക്ക് പോകുവാനായിട്ട് ഒരുപാട് ശ്രമിച്ചു. ഒത്തിരി പൈസ അതിനായിട്ട് പോയി. 2 തവണ വിസ റിജക്ഷനായി. അങ്ങനെ ഇരുന്നു. അപ്പോൾ ഞാൻ ഓരോ സമയവും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുമ്പോഴും ഞാൻ പോളണ്ടിലേക്കാണ് വെച്ചിരുന്നത്. അപ്പോൾ അത് തന്നെ മാതാവേ പോളണ്ടിലേക്ക് തന്നെ ജോലി തരണേ എന്ന് ഞാൻ അത് ആവർത്തിച്ച് അത് തന്നെ വെച്ചിരുന്നു. പക്ഷേ കിട്ടിയിരുന്നില്ല. ഒരുപാട് പ്രാർത്ഥിച്ചു. പിന്നെ ലാസ്റ്റ് അത് ഒരുപാട് സങ്കടം വന്നപ്പോൾ ഞാൻ ബൈബിളെടുത്ത് പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയത് നീ അർഹിക്കാത്തത് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ തരാത്തതെന്ന്. അപ്പോൾ എനിക്കൊന്ന് സങ്കടമായി. അന്ന് ആദ്യം കുറേ കരഞ്ഞെങ്കിലും പിന്നീട് തിരിച്ചറിഞ്ഞു. പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ പ്രാർത്ഥന രീതി മാറ്റി. എൻ്റെ ആവശ്യങ്ങൾ ഞാൻ എൻ്റെ ആവശ്യങ്ങൾ ഞാൻ നടത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് മാറ്റി ഞാനത് ദൈവഹിതത്തിന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. ശേഷം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയ്ക്കും മാതാവിനും ഇഷ്ടമാണെങ്കിൽ മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി. എവിടെയാണ് ഞങ്ങൾക്ക് ജോലി അമ്മ തീരുമാനിച്ചിരിക്കുന്നത് അത് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നീട് ഞാൻ ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴൊക്കെ എന്ത് നിയോഗം വെച്ചാലും, നിയോഗം എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ വെക്കാറില്ല. ഞാനെല്ലാം പരിശുദ്ധാത്മാവ് ലഭിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈശോയ്ക്ക് മാതാവിന് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്കൊരു നല്ല ജോലി നൽകണം, അങ്ങനെയൊക്കെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ എല്ലാ ദിവസം ഉടമ്പടി പ്രാർത്ഥനകളൊക്കെ ചൊല്ലുമ്പോഴൊന്നും ആവശ്യങ്ങൾ പറയുന്നില്ല. ഞാൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തണം, മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ സ്ഥിരീകരിക്കണം, പരിശുദ്ധാത്മാവ് ലഭിക്കണം എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ. ഒരു ദിവസം ഞാൻ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ചകളിൽ കൂടുമ്പോൾ ഞാൻ ഇരുന്ന് കൂടിയ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഉറക്കം വരും. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ആരും ഉണ്ടാവില്ല. അപ്പം ഞാൻ അടുക്കളയിൽ ഫോൺ ഓണാക്കി വയ്ക്കും. ഞാൻ എന്നിട്ട് ഉടമ്പടി ധ്യാനം കൂടും. അപ്പോൾ എനിക്ക് നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ കുഴപ്പമില്ല, കൊള്ളാം. ഞാനങ്ങനെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നു. പക്ഷേ ആരാധന സമയത്തിന് മുമ്പായിട്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഉള്ളിൽ നിന്നിങ്ങനെ നിനക്ക് അരമണിക്കൂർ പോലും എൻ്റെ കൂടെ ഇരുന്നുകൂടെ എന്ന് ശക്തമായിട്ടുള്ള കേൾക്കുന്നു. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഉടനെ ആ പണിയൊക്കെ നിർത്തി ഞാൻ ആരാധന ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് വരുന്ന കൂടി. അത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പത്രം കിടക്കുന്നതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ അതിലൊരു സൗദിയിലേക്കുള്ളൊരു ജോലിയുടെ ഇത് കണ്ടു. അപ്പോൾ അങ്ങനെ ഞാനത് ഉടനെ തന്നെ ചേട്ടനോട് ചോദിച്ചിട്ട് CV അയച്ചു. ആ ജോലിയാണ് ഇപ്പം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ജോലിയുടെ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴും എന്ന് വെച്ചാൽ അതിൻ്റെ ഓരോരോ പ്രോസസ്സിങ്ങിൻ്റെ ഓരോരോ ഘട്ടത്തിലും അതൊന്നെങ്കിൽ ചൊവ്വാഴ്ച ആരാധനയുടെ സമയത്തായിരിക്കും, അതല്ലെങ്കിൽ ബുധനാഴ്ച ഞാൻ ഉപവസിക്കുന്ന ദിവസമായിരിക്കും. അങ്ങനെ മാതാവിൻ്റെ ദിവസങ്ങളിലാണ് ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ചേട്ടൻ മെഡിക്കലിന് പോയപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം കൊറോണ വന്ന ആളാണ്, ലങ്സ് എന്തായിരിക്കുമെന്ന് എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനെടുത്തു, എൻ്റെ കയ്യിൽ നോക്കുമ്പോൾ ധ്യാനം കൂടാൻ സമയമായി, ചൊവ്വാഴ്ചയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ 3-4 പത്രം ഇരിക്കണം. അപ്പം ഇതും കൂടി കൊടുത്തിട്ട് ധ്യാനം കൂടാം, 11:30 തുടങ്ങുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ഉടനെ ഇറങ്ങി. വീട്ടിലാരുമില്ല, വാതിൽ പൂട്ടി. എന്നിട്ട് ഞാൻ ഓരോ വീടുകളിൽ കൊണ്ടേ കൊടുത്തു. ഞങ്ങളുടെ അടുത്തൊരു രോഗി ഉള്ളൊരു വീടുണ്ടായിരുന്നു, അവിടെ പോയിരുന്നു മാതാവിനെ പറ്റി സംസാരിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പത്രം മുഴുവൻ കൊടുത്ത ശേഷം തിരിച്ചു വന്ന് എൻ്റെ വീടിൻ്റെ വാതിൽ ഞാൻ തുറന്നകത്തേക്ക് കയറിയപ്പോൾ സാമ്പ്രാണിത്തിരി കൂട്ടിയിട്ട് തീ കത്തിച്ചാൽ എങ്ങനെ അത്രയും മണം, തലവേദന എടുക്കുന്ന പോലെയുള്ള മണം, ഭയങ്കര മണം വീടിൻ്റെ അകം മുഴുവൻ. അപ്പം ഞാൻ എവിടെ നിന്നാണ് ഈ മണം എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലായില്ല. ഞാൻ ആദ്യം മുറികളിലൊക്കെ പോയി നോക്കി, അവിടെ ഒന്നും മണമില്ല. ലാസ്റ്റ് വന്ന് നോക്കുമ്പോൾ ഈശോ ഇരിക്കുന്ന രൂപം ഇരിക്കുന്ന സ്ഥലത്ത് മാത്രം ഭയങ്കര മണം. ഇത് മാതാവിൻ്റെ മണമാണോ എന്ന് വിചാരിച്ച സെക്കൻഡിൽ ആ മണം പിന്നെ വന്നില്ല. ഒരു ഉച്ചശകലം കഴിഞ്ഞപ്പോൾ ചേട്ടൻ വിളിച്ചു പറഞ്ഞു മെഡിക്കൽ പാസ്സായി. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ മാതാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വിസ വരാൻ കുറച്ച് താമസിച്ചപ്പോൾ ഞങ്ങൾക്ക് ടെൻഷനായി. ചേട്ടന് ഭയങ്കര ടെൻഷൻ. അപ്പോൾ ഞാനന്ന് വീട്ടിലേക്ക് വരുന്ന വഴിയാണ്. അപ്പോൾ ഞാൻ ബസ്സിൽ കയറിയപ്പോൾ എൻ്റെ വീട് ആലുവ, അവിടെ നിന്ന് ചേർത്തല വരെ ഒരു 1.5 മണിക്കൂർ ബസ്സിലിരിക്കണം. ഞാൻ 4 കൊന്ത ചൊല്ലി ഞാൻ പറഞ്ഞിട്ട് ടെൻഷൻ ഒന്ന് മാറ്റിത്താ മാതാവേ എന്ന് പ്രാർത്ഥിച്ച് വന്ന് എൻ്റെ വീട്ടിൽ വന്ന് കയറിയ സെക്കൻഡിൽ വിളിച്ച് വിസ കിട്ടി. വിസ പൗരുലെന്ന് പറഞ്ഞതാ, വിസ വന്നു. പിന്നെ കഴിഞ്ഞ മാസം ഒരു ചൊവ്വാഴ്ച ഒരു 9-ാം തീയതിയിലത്തെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു ഇന്നേക്ക് 44 ദിവസത്തിനുള്ളിൽ ഒരുപാട് പേരുടെ
നിരന്തരമായി പ്രാർത്ഥിക്കുന്ന കുറച്ച് ആവശ്യങ്ങളൊക്കെ സാധിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങളുടെ പുറകിൽ മാലാഖ കൈ വിരിച്ച് പിടിച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നു മക്കളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തപ്പോൾ, എനിക്ക് യോഗ്യതയൊന്നുമില്ല, എന്നാൽ അച്ഛൻ പറഞ്ഞതല്ല, ഞാൻ വിശ്വസിച്ചു എന്ന് കരുതി. നിങ്ങളുടെ എനിക്ക് വിശ്വസിക്കാൻ തോന്നി. അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ യോഗ്യതകൾ കൊണ്ടല്ല ലഭിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം എനിക്ക് യോഗ്യതയില്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്ത്, അന്ന് മുതൽ കലണ്ടറിൽ എണ്ണിയിട്ട് 44 ദിവസം ഞാൻ കൂടി അന്ന് മുതൽ നോക്കിയപ്പോൾ അത് സെപ്റ്റംബർ 24. അതിന് ഞാൻ വട്ടം വരച്ച് യേശുവേ നന്ദി എന്നെഴുതി. അന്നത്തെ ഞാൻ കൂടിയത് 12-ാം തീയതിയായിരുന്നു. 12-ാം തീയതി മരിയൻ ഉടമ്പടി സാക്ഷ്യമെന്ന് എഴുതി, എൻ്റെ പേരെഴുതി, ഞാൻ ഒപ്പിട്ട് ഡേറ്റ് വെച്ചു. കാരണം പിന്നീട് ഞാൻ പറയുമ്പോൾ ഞാൻ നുണയാണ് പറയുന്നതെന്ന് ആരും പറയരുതല്ലോ, തെളിവിന് വേണ്ടി ഞാൻ അങ്ങനെ വെച്ചു. ഈ സെപ്റ്റംബർ 24 ഉച്ചയ്ക്ക് 1:30 ധ്യാനം കൂടിയത്. അച്ഛൻ പറഞ്ഞത് ആ 1:30 സമയത്ത്, കൃത്യം 1:30 മണിക്ക് ചേട്ടൻ്റെ ടിക്കറ്റ് വന്ന് പോവാൻ. അപ്പോൾ അത് ഞാൻ മാതാവിന് ഒത്തിരി നന്ദിയോടുകൂടി ഞങ്ങളുടെ ആവശ്യം നടത്തിയ ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾക്ക് ചേട്ടൻ ഡ്രൈവറാണ്. ഞങ്ങൾക്ക് നാട്ടിൽ വന്ന സമയത്ത് ഞങ്ങളൊരു പഴയ ലോറി വാങ്ങിച്ചായിരുന്നു. ഞങ്ങൾക്കതും പോകുന്നതിന് മുമ്പ് വിൽക്കണം, കാരണം കടന്നിട്ട് കാര്യമില്ല, വിൽക്കണമെന്ന് നോക്കി നടന്നിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ എൻ്റെ മാതാവ് അച്ചേട്ടൻ പോകുന്നതിന് മുമ്പ് ഒന്ന് വിറ്റ് തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു, എനിക്കതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ടിക്കറ്റ് വന്ന് 2 ദിവസം മുന്നേ അത് പെട്ടെന്ന് തന്നെ അത് കച്ചവടമായി, ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് PCOD രോഗം ഉണ്ടായിരുന്നു നേരത്തെ മുതലേ. അപ്പോൾ ഞാൻ ഈ ധ്യാനം പ്രാർത്ഥിക്കുമ്പോഴൊക്കെ വയറിൽ കുരിശ് ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഒരു ദിവസം ഏത് മാസമാണെന്ന് ഓർക്കുന്നില്ല, അച്ഛൻ ഉടമ്പടി ധ്യാനം ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരു ആവശ്യം പ്രാർത്ഥിക്കും മക്കളെ, അത് നടന്നിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ രാവിലെ തന്നെ പിറ്റേ ദിവസം തന്നെ എനിക്ക് ആ ഒരു രോഗം മാറിക്കിട്ടി. പിന്നെ ഇതുവരെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി കേൾക്കുന്നത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അതിപ്പോഴൊന്നുമല്ല, 2004. അന്ന് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ്റാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ എൻ്റെ വീടിൻ്റെ ഒരു പഴയ വീട്, എൻ്റെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഞാൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ജയിക്കുമോ ഇല്ലെന്ന് അറിയില്ലാത്തൊരവസ്ഥയിൽ അത്രയ്ക്ക് പഠിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇവിടുത്തെ ഒരു പ്രസിദ്ധിയുണ്ട്, ഒരു സുമ ചേച്ചി, അച്ഛൻ്റെ കൂടെ ഇവിടെ അടുക്കളയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു നല്ല ചേച്ചിയാണ്, സുമ ചേച്ചിയുണ്ട്, ഞങ്ങളുടെ നാട്ടിനടുത്തുള്ളതാണ്. അപ്പോൾ ചേച്ചി അന്ന് എൻ്റെ വീട്ടിൽ വന്നു. എന്നെ ഞാൻ പുറത്ത് നിൽക്കുക. ചേച്ചി പറഞ്ഞ്, പ്രീത ജയിക്കുമോ? ഞാൻ അറിയില്ല ചേച്ചി എന്ന് പറഞ്ഞു. ചേച്ചി പറഞ്ഞ്, കലവൂർ ഒരു പള്ളിയുണ്ട്, കൃപാസനം. അപ്പോൾ ഞാൻ കൃപാസനോ എന്ത് വാക്കാന്ന് ഞാൻ വിചാരിച്ചു. അവിടെ മാതാവുണ്ട്, അവിടെ തിരികെത്തിക്കുമോ? അന്ന് മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അപ്പോൾ പഴയ രൂപമായിരിക്കും, എനിക്കറിയില്ല. അപ്പം ഞാൻ ശരി പ്രാർത്ഥിക്കാം. അന്ന് വരെ ഞാൻ മാതാവിനോട് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. എൻ്റെ വീട് തങ്കിപ്പള്ളി ഇടവകയാണ്, എനിക്ക് കർത്താവുണ്ടല്ലോ, അപ്പോൾ എന്തിനാണ് വേറെ എന്ന് വിചാരിക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോടൊന്നും മധ്യസ്ഥം പ്രാർത്ഥിച്ചിട്ടുണ്ടായില്ല. അപ്പം ശരി എന്ന് പറഞ്ഞാൽ വിട്ടുകളഞ്ഞു. പക്ഷേ ഞാനിപ്പോൾ ഇതുവരെ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഞാൻ ചിന്തിക്കുകയാണ്, അത് 2004 മാതാവ് പ്രത്യക്ഷം എന്നെ മാതാവിനെ ഉടമ്പടിയിലോട്ട് വിളിച്ചതുപോലെ. കാരണം ഞാൻ ഇന്നും ഉടമ്പടി തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമല്ലോ, എൻ്റെ മരണം വരെ ഞാൻ അത് തുടരുകയും ചെയ്യും. അപ്പോൾ മാതാവ് വിളിച്ചതാണ്. അപ്പോൾ ഇവിടെ ഈ പള്ളിയിൽ ഇപ്പോൾ കൂടി നിൽക്കും നമ്മളെല്ലാവരും. നമ്മൾ വിചാരിക്കുന്നു നമുക്ക് സൗകര്യം കിട്ടിയതുകൊണ്ട് നമ്മൾ വന്നു, ഒരാവശ്യം വന്നുകൊണ്ട് നമ്മൾ വന്നു, ഉടമ്പടി എടുക്കാൻ വന്നു. പക്ഷേ നമ്മൾ ജനിക്കും മുമ്പേ നമ്മളറിയാവുന്ന നമ്മുടെ ഈശോ നമ്മളെ മരിയൻ പ്രേക്ഷിതരായിട്ട് ഉടമ്പടി എടുക്കാൻ വേണ്ടി നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്, നമ്മളെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ പിന്നെ ഒരു യോഗ്യതയില്ലാത്ത എന്നെ അമ്മ ഇവിടെ വിളിച്ചതായിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം, എൻ്റെ ഒരു ഉടമ്പടി ജീവിതത്തെ പറ്റി പറയാനാണെങ്കിൽ, ഞാനിപ്പോൾ എല്ലാ ഉടമ്പടി എടുത്തിട്ട് ഇന്നവരെ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകും, പരിശുദ്ധ കുർബാന അർപ്പിക്കും. പണ്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നു. പിന്നെ ജപമാല ചൊല്ലുന്നുണ്ട്. കൃത്യമായിട്ട് ഞങ്ങൾ കുടുംബ പ്രാർത്ഥനകൾ മുടക്കം കൂടാതെ ചെയ്യുന്നുണ്ട്. ബുധനാഴ്ചകളിൽ ഉപവസിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പത്രം ആദ്യമൊക്കെ മേടിച്ചിട്ട് പോകുമ്പോൾ കൊടുക്കാൻ ഭയങ്കര കയ്യിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, തീർന്നാൽ മതിയായിരുന്നു എന്നൊരവസ്ഥ. പിന്നെ പള്ളികളിൽ കൊണ്ട് കുർബാന കഴിയുമ്പോൾ നോട്ടീസ് വിതരണം ചെയ്യണ പോലെ കൊടുത്തിരുന്നു. ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാനത് നിർത്തിയിട്ട് ഓരോ വീടുകളിൽ കയറി ഇറങ്ങി എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ, ഇതിൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ ആദ്യത്തെ ഉടമ്പടി സാക്ഷ്യങ്ങൾ എൻ്റെ മോൻ്റെ കാര്യം തന്നെ. എൻ്റെ കുഞ്ഞ് നടക്കാത്ത കുഞ്ഞായിരുന്നു, ഈ അമ്മയുടെ മുമ്പിൽ നടന്ന കുഞ്ഞാണ്. അപ്പോൾ എൻ്റെ സാക്ഷ്യങ്ങൾ അതും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി ഓരോ പത്രങ്ങൾ കൊടുത്തു തുടങ്ങി. പിന്നെ ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ കൂടെ വിശേഷവിധിയായിട്ട് എന്ത് ചെയ്യും എന്ന് വെച്ചപ്പോൾ എന്നെക്കൊണ്ട് എന്താ ഇപ്പോൾ പറ്റണം. അപ്പം ഞാൻ വചനങ്ങൾ ഓരോ പേപ്പറിൽ എഴുതിയിട്ട് ഓരോ പത്രത്തിൽ ഞാൻ ഓരോ പത്രം വെച്ച് ഞാൻ ഉടമ്പടി തൈലം തേച്ച് ഞാൻ വിശ്വാസ പ്രമാണം സ്വർഗ്ഗസ്ന പിതാവേ നന്മ നിറഞ്ഞൊരുമയും ചൊല്ലി ഓരോ പത്രം വെച്ച് ഇത് കിട്ടുന്ന ആളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് ഓരോ വചനങ്ങൾ ഞാൻ ക്ലിപ്പ് ചെയ്യും. ഈ വചനങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുന്നവരുടെ കടയിലോട്ട് മാതാവ് എത്തിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ഓരോ വീടും കയറിറങ്ങി തന്നെ കൊടുത്തു തീർക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് പറ്റുന്നത് പോലെയൊക്കെ ചോറും പതികൾ ഞാൻ തന്നെ ഉണ്ടാക്കി
ആശുപത്രികളിലും പിന്നെ റോഡ് സൈഡ് വഴിവക്കിലൊക്കെ കിടക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് എന്താ പറയുക, നല്ല സമാധാനം സന്തോഷമൊക്കെ ഉണ്ട്. നേരത്തെ അടുത്ത പോലെ ഒത്തിരി പ്രശ്നങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. സമാധാനം ഒക്കെ ഈശോ നോക്കുമല്ലോ. കാരണം ഇപ്പം എന്താ, എല്ലാം ദൈവഹിതത്തിന് വിട്ടുകൊടുത്തു. ഇപ്പം അങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ദൈവഹിതത്തിന് വിട്ട് തന്നെ ഈശോയ്ക്ക് മാധവൻ എന്താ ഇഷ്ടം അത് മതി. എൻ്റെ ഈശോയ്ക്ക് മാധവൻ എല്ലാം അറിയാമല്ലോ. ഇപ്പോൾ ഞാൻ 2018 മുതൽ ഉടമ്പടിയിലാണ്. പക്ഷേ ഞാൻ ഇപ്പോഴാണ് ദൈവഹിതത്തിന് വിട്ടുകൊടുക്കാൻ തുടങ്ങിയത്. എനിക്കിപ്പോഴല്ല മനസ്സിലായി തുടങ്ങിയത്. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയുന്നത്, നിങ്ങളൊരാഗ്രഹവും മാതാവിനോട് പറയാത്തതാണ് നല്ലത്. എനിക്കത് വേണം, ഒന്നും പറയണ്ട, അമ്മക്കറിയാം നമുക്ക് എന്ത് തരണമെന്ന്, ഏതാ നമുക്ക് നല്ലത്. ഈശോയ്ക്ക് മാധവൻ എന്താ ഇഷ്ടം. ഇപ്പം അച്ഛൻ പറയുന്ന പോലെ നമ്മൾ വേറെ ഒന്നും പറയണ്ട, അത് മതി. അത് പറഞ്ഞാൽ അമ്മയ്ക്കെല്ലാം അറിയാം. അല്ലാണ്ട് നമ്മളത് പറഞ്ഞില്ല ഇത് പറഞ്ഞില്ല ഒന്നും വിചാരിക്കേണ്ട, ഒന്നും മിണ്ടാണ്ട് അമ്മയുടെ മുമ്പിൽ ഇരുന്നാൽ അമ്മയ്ക്ക് കാര്യങ്ങൾ അറിയാം. ഈശോയ്ക്ക് മാതാവിനെല്ലാം വിട്ടുകൊടുത്താൽ മാത്രം മതി. ഈശോയ്ക്ക് മാതാവിന് ഒത്തിരി നന്ദിയോടെ സമർപ്പിക്കുന്നു. ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 23-ാം തിരുവചനം. സിയോൻ മക്കളെ ആനന്ദിക്കുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. പഴയതുപോലെ അവിടുന്ന് നിങ്ങൾക്ക് ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും സമൃദ്ധമായി പെയ്യിച്ചു തരും. പ്രീത സിജോ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഇവിടെ ആയിരക്കണക്കിന് മക്കൾ ഒരുമിച്ച് വന്ന് ധ്യാനം കൂടുവാൻ പോയാൽ അത് ബാഹ്യമായ കുറേ അസൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട്, പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മളിത് ഓൺലൈനിൽ കൂടുവാൻ അനുവാദം തരുന്നത്, ഓൺലൈനിൽ കൂടണമെന്ന് പറയുന്നത്. കാരണം നമ്മൾ കൂടുന്ന വ്യക്തിയുടെ ആ മാനസികമായ ആത്മീയമായ നില, അതിൻ്റെ ഡിസ്പോസിഷനാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ആദ്യത്തെ അനുഭവം സൂചിപ്പിക്കുവാനുള്ളത്, ഓൺലൈൻ ധ്യാനം കൂടുന്നത് അത് ആദരവോടെ പ്രാർത്ഥനയോടുകൂടി വിശുദ്ധിയോടുകൂടി കൂടുവാനായിട്ട് ശ്രദ്ധയുണ്ടാവണം. രണ്ടാമത്തത്, അച്ഛൻ്റെ സൗഖ്യാരാധനയിൽ നമ്മുടെ നിയോഗങ്ങൾക്ക് കൃത്യമായും അമ്മ മാതാവിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, അമ്മയുടെ സാന്നിധ്യം നമുക്ക് ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ അനുഭവിച്ചാൽ, ചിലപ്പോൾ സ്വപ്നമായിട്ടാവും, ചിലപ്പോൾ സുഗന്ധാഭിഷേകമായിട്ടാവും, ചിലപ്പോൾ മഴവില്ലായിട്ടാവും, ചിലപ്പോൾ ആരുടെയെങ്കിലും സന്ദേശങ്ങളായിട്ടായിരിക്കും. അമ്മയുടെ സാന്നിധ്യാനുഭവം ലഭിച്ചാൽ ഓർത്തുകൊള്ളണം, അമ്മ ആ ഫയൽ കാണുന്നുണ്ട്. നമ്മൾ ഉടമ്പടി തീഷ്ണമായി മുന്നോട്ട് പോകുമ്പോൾ ആ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറിക്കൊണ്ട് ആ നിയോഗം സഫലമാകുന്നത്, അനുഗ്രഹമാകുന്നത് കാണുവാൻ പറ്റും. ഉടമ്പടി എപ്പോഴും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കും. ഉടമ്പടി ജീവിതം എപ്പോഴും ജീവിതത്തിൻ്റെ വഴികളെ മുന്നോട്ട് തെളിച്ചു കൊണ്ടിരിക്കും. ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ദൈവത്തിൻ്റെ ഇടപെടലും അനുഭവങ്ങളും നമുക്ക് തന്നെ കൺവട്ടത്ത് കാണുവാൻ പറ്റുന്ന വിധത്തിൽ നമുക്ക് സ്വീകരിക്കുവാനാവും. പ്രിയമുള്ളവരെ, അമ്മ മാതാവിൻ്റെ കരം പിടിച്ച് നിങ്ങൾ മുന്നോട്ട് നടക്കുകയാണെങ്കിൽ എന്തൊക്കെയാണോ ഇല്ലായ്മകളുള്ളത്, ആ ഇല്ലായ്മകളിലേക്ക് ദൈവാനുഗ്രഹം വന്നു നിറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ജോലി കെടുത്തു. സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, സൗഖ്യം കൊടുത്തു. ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ആത്മീയമായ വളർച്ചയിലേക്ക് ജീവിതം നയിച്ചു കൊടുത്തു. അമ്മ മാതാവ് കൂടെ നിന്ന് ജീവിതത്തോട് ചേർന്ന് നടന്നാൽ ഒന്നുറപ്പിക്കണം, അമ്മയോടൊപ്പമുള്ള യാത്ര നമുക്കത് സമാധാനത്തിൻ്റെതാണ്, ദൈവസാന്നിധ്യത്തിൻ്റെതാണ്, ഒപ്പം ഐശ്വര്യത്തിൻ്റെതാണ്. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവ് നൽകിയ ബോധ്യങ്ങൾക്കും വെളിപ്പെടുത്തലുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.